ഞാൻ സനോജിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞതുപോലെ ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ അന്വേഷണ പരിധിയിൽ വരണം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അന്വേഷിക്കേണ്ടത് മുഖ്യമന്ത്രിയും ഈ പ്രതികളും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ ആരന്വേഷിക്കണം എന്നതിനെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് എന്താണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ ഡിവൈഎഫ്ഐക്ക് വിമർശനമുണ്ടോ? വിമർശനമുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് മൈക്കുമായി എത്തുന്ന മാധ്യമപ്രവർത്തകരോട് അത് നിങ്ങൾ പറയുമോ, അവതരിപ്പിക്കുമോ? രണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പ്രധാനപ്പെട്ട കാര്യം, ഇത് ടീം UDF അല്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ടീം UDF എന്നാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂട്ടായ്മ എന്ന് പറയുന്നത് ടീം VD സതീശനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിന് മാത്രം കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ്. അതിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് ഈ പ്രതി പ്രവർത്തിക്കുന്നത് എന്നാണല്ലോ മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ സാമാന്യമായി ചിന്തിക്കാവുന്ന കാര്യം എന്താണ്? നാളെ ഈ ബന്ധമൊക്കെ ആ ചിത്രങ്ങൾ നൽകുന്നുമുണ്ട്. എല്ലാത്തരം ഇടങ്ങളിലും VD സതീശനൊപ്പം ഇരിക്കാൻ ആ പ്രതിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇടപഴകാൻ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അതിൻ്റെ ഒരു സന്ദേശം, ഒരു മെസ്സേജ് അതാണ് ആ ചിത്രങ്ങൾ നൽകുന്നത്. സനോജ്, അതുകൊണ്ട് എൻ്റെ ചോദ്യം, നാളെ ഒരു കാലത്ത് ഉറപ്പുള്ളൊരു സീറ്റിൽ നിർത്തി VD സതീശന് മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുക്കാനും കഴിയും. അങ്ങനെയൊക്കെ ഈ കേസിലൊന്നും ഇപ്പോൾ പിടിക്കപ്പെട്ടില്ലെങ്കിൽ ഈ ഭൂതകാലമൊക്കെ വെളുപ്പിച്ച് നാളെ MLA ആയി പോലും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇവരൊക്കെ വന്നേക്കാം. കാരണം ആ ബന്ധം അത്ര ദൃഢമാണല്ലോ. ഞാനിതിപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിലേ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നിരിക്കുന്നു, അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവുകളെല്ലാം ഇതാ എന്ന് പറഞ്ഞ് ഞാനത് കാണിച്ചു. പല മാധ്യമപ്രവർത്തകർക്കും ഞാനത് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളിതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നത് കാണാൻ കൗതുകത്തോടെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഞാൻ എല്ലാ ചാനലും ഇന്ന് കണ്ടില്ല. ഏതായാലും കൈരളി ഒഴികെയുള്ള ചാനലുകളൊന്നും ഈ വിഷയം എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്ര പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഈ വാർത്തകളുടെ തമസ്കരണം എങ്ങനെ നടക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വാർത്തകളുടെ തമസ്കരണം മാത്രമല്ല, ഇന്ന് മാധ്യമപ്രവർത്തകർ കുറേ കൂടി രോഷാകുലരായി പ്രതികരിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് എന്ന് പറഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വാർത്താ കാർഡുകൾ മെറ്റ ഇടപെട്ടുകൊണ്ട് പിൻവലിക്കുന്നു. മെറ്റയ്ക്ക് അങ്ങനെ തോന്നിയിട്ട് പിൻവലിച്ചല്ല. മെറ്റയ്ക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മെയിൽ സന്ദേശം പോയിട്ടുണ്ട്, അടിയന്തരമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്, അങ്ങനെ പിൻവലിച്ചു. ആ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഈ മെറ്റയ്ക്ക് ഈ കാർഡുകളാണ് ഫേസ്ബുക്ക് മുക്കിക്കളഞ്ഞത്. കൈരളി ന്യൂസിൻ്റെ ഈ കാർഡുകളാണ് വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നോക്ക്. ഇത് LDFൻ്റെ കാലത്തായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പൊതുപരിപാടിയിൽ നാലാമതായി, അഞ്ചാമതായി, ആറാമതായി അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് എത്രയോ ദിവസം അന്തിച്ചർച്ച നടത്തിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെയുള്ള വാർത്താ തമസ്കരണം വാർത്ത ഉപയോഗപ്പെടുത്തിയിട്ട് മുഖ്യ കാര്യം കൂടിയാണെങ്കിൽ പിന്നെ പിണറായി വിജയനും മോഡിയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇന്ന് എല്ലാ ചാനലിലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഒരു ചാനലിലും കൈരളി ഒഴികെ കാണാൻ കഴിയുന്നില്ല. ഇത് അത്യന്തം ഗൗരവമായ ഒരു മാധ്യമ വിമർശനമായിട്ട് നമുക്ക് മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്നാണ് ആ ഭാഗം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇങ്ങനെയെല്ലാം സമ്പാദിക്കുന്ന പണം എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വാർ റൂം തുടങ്ങുകയും കേരളത്തിൽ ലക്ഷക്കണക്കിന് റുപ്യ ചെലവിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിലക്കെടുത്ത് ചില പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പരാതി കൊടുത്ത പെൺകുട്ടികൾ, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞ സാംസ്കാരിക പ്രവർത്തകർ, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ അഭിപ്രായം പറഞ്ഞ ആളുകൾ, അവരെയെല്ലാം അടിച്ച് തൂഫാനാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംഘങ്ങൾ നമ്മൾ കണ്ടു. ഇതൊക്കെ ഇവരാണ്. കേരളത്തിലെ പല ഫേസ്ബുക്ക് പേജുകളും പല ഇൻസ്റ്റാഗ്രാം പേജുകളും അതിൻ്റെ എല്ലാം അഡ്മിനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇവർക്ക് എവിടുന്ന പണം എന്ന് ചോദിച്ചാൽ MDMA കടത്തിയിട്ടും പല വിധത്തിലുള്ള തെറ്റായ മാർഗങ്ങളിൽ കൂടി പണം സമ്പാദിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് കുറേ നേതാക്കന്മാരുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഇവർക്കില്ലാത്തതുകൊണ്ടാണല്ല, പക്ഷേ സൗജന്യമായി കിട്ടുകയല്ലേ, എന്തിനു കളയണം എന്ന മനോഭാവത്തിലായിരിക്കും ഇവരൊക്കെ നിൽക്കുന്നുണ്ടാവുക. മാത്രമല്ല, ഇവരുടെ പാർട്ടിയിൽപ്പെട്ട എതിരാളികളെ നേരിടാൻ വേണ്ടി, ഇവരുടെ ഗ്രൂപ്പിന് അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ നേരിടാൻ വേണ്ടിയിട്ടും ഇത്തരം സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കന്മാരും ഇങ്ങനെയെല്ലാമുള്ള മാഫിയ സംഘങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്നവരാണ്. 10 മാഫിയ തലവന്മാർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പാർട്ടിയിൽ പിടിച്ചേക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയിലെ പുതിയ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട്
സതീശന് പറ്റാവുന്ന കുറേ മാഫിയകളെ സതീശൻ കൂട്ടിയിട്ടുണ്ട്. രമേശൻ ചെന്നിത്തല പറ്റാവുന്ന കുറേ ആളുകളെ രമേശൻ ചെന്നിത്തല കൂട്ടിയിട്ടുണ്ട്. ഓരോ MLA മാരും ഓരോ ആളെ കൂട്ടിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ആർക്കും അപ്പുറം ഇപ്പുറം പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആരെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഇത്തരം മാഫിയ തലവന്മാരെ ആരെയാണ് കൂടെ നിർത്തത്, അവർക്ക് എന്ത് ഉണ്ടാവും? സോഷ്യൽ മീഡിയ റീൽസ് ഉണ്ടാവും, സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻ ഉണ്ടാവും, പേജുകൾ വിലക്ക് വാങ്ങിയിട്ടത് ബൂസ്റ്റ് ചെയ്യും. ഒന്നും അറിയാതെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടന്നു പോകും. അതാണിത്. അല്ലാതെ ഇതൊന്നും അറിയാതെയൊന്നുമല്ല. കാരണം കേരളത്തിലെ പോലീസ് സംവിധാനം അത്ര മോശമൊന്നുമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ആര് കടന്നു വരുന്നുണ്ടെങ്കിലും അവരെ എല്ലാം കൃത്യമായി മനസ്സിലാക്കാനും അന്വേഷിക്കാനൊക്കെയുള്ള സംവിധാനമൊക്കെ പോലീസിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. ഇത്തരം മാഫിയ സംഘങ്ങളെ കൂടെ നിർത്തിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നത് എന്നത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുമായിട്ട് തൊഴിൽ കൈയിട്ട് നടക്കുന്ന ബന്ധം ഉണ്ട് എന്ന് ഒരു പൗരൻ എന്ന നിലയിൽ പറയുന്നതിൽ നമുക്ക് അപമാനമുണ്ട്. അപ്പോൾ ആ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വിശദീകരണം നടത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ പാലിക്കുന്ന ഈ മൗനമുണ്ടല്ലോ, അത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അത് മൗനമാണോ ഒത്താശയാണോ? ഒത്താശയാണ്. ഒരു മൗനം എന്ന് പറഞ്ഞാൽ ഒത്താശയാണ്. കാരണം മാധ്യമങ്ങൾ നിയന്ത്രിക്കാനല്ലേ പുറപ്പെട്ടത്. യഥാർത്ഥത്തിൽ മോഡി കേന്ദ്രത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഈ കേരളത്തിലെ ഈ VD സതീശൻ ചെയ്തത്. ഇപ്പോൾ മോഡിയും VDയും ഒന്നാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അതായത് കേരളത്തിലെ ഗോദി മീഡിയയുടെ ഗുണഭോക്താവായി മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നാണോ ഭരണത്തിൽ? എത്ര ഉദാഹരണങ്ങളുണ്ടായി. ഏതെല്ലാം കാര്യങ്ങൾ ഇവർക്ക് യൂട്ടേൺ എടുക്കേണ്ടി വന്നു. ഞാൻ ആലോചിക്കുന്നത് കേരളത്തിൽ RSSുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പുകൾ എന്തൊക്കെയാണ്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞത്, TG മോഹൻദാസ് ഒരു വീഡിയോ ചെയ്ത് അശ്ലീല പരാമർശം നടത്തി ബലാത്സംഗ ആഹ്വാനം ചെയ്ത് ഇട്ട വീഡിയോ ഈ ദിവസമായിട്ടും പിൻവലിച്ചിട്ടില്ലല്ലോ. ഓക്കെ, യെസ്. അത് മാത്രവുമല്ല, ഞാൻ ചർച്ചയിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു കാര്യം കൂടി പറയട്ടെ. TG മോഹൻദാസിന് ജാമ്യം നൽകിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ജാമ്യ ഉത്തരവിൽ കോടതി കേരള പോലീസിനെ അതിനിശിതമായി പോലീസിൻ്റെ നടപടികൾ, കള്ളക്കളികൾ, അതായത് ജയിലിൽ പോകാതെ മോഹൻദാസിന് ജാമ്യം കിട്ടും വിധത്തിൽ എങ്ങനെയൊക്കെ പെരുമാറി എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന് സാങ്കേതികമായ നിയമപരമായ പഴുതുകൾ, അതേ സ്ഥലത്ത് നടപടിക്രമങ്ങൾ നിർദ്ദേശിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് മാരാർജി ഭവനിൽ നിന്നാണെന്ന് സംശയം എല്ലാവർക്കും ഉണ്ടായല്ലോ. മാരാർജി ഭവനിൽ നിന്ന് കൊടുത്ത നിർദ്ദേശമാണോ ഈ നടപടിക്രമം ഈ നിലയിൽ പാലിച്ചത് എന്നത് സംശയമാണ്. കാരണം ഇന്നലെ CJM കോടതിയിൽ നടന്ന വാദങ്ങൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി ചോദിച്ചു എന്തുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചില്ല. കാരണം ഇയാളെപ്പോലത്തെ ഒരാളെ പൂട്ടണമെന്ന് അതിയായ ആഗ്രഹം കേരളത്തിലെ പോലീസിനും ഗവൺമെന്റും ഉണ്ടെങ്കിൽ ഒരിക്കലും വലിയ തമാശ. അതായത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ എന്ന പ്രചാരണം നടത്തുക, എന്നാൽ കോടതിയിൽ റിമാൻഡിൽ പോലും പോകാൻ കഴിയാത്ത വിധം ജാമ്യം വാങ്ങാൻ കഴിയും വിധത്തിലേക്കുള്ള ഒത്താശയും നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റ് ചെയ്താൽ കൂളായി ഇറങ്ങിപ്പോവും എന്ന കാര്യം ആർക്കും അറിയാത്തത്? നിയമത്തിൻ്റെ പ്രാഥമിക കാര്യം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. അപ്പോൾ വലിയ പ്രചരണം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തെന്ന് വാർത്ത ഉണ്ടാക്കുക, നല്ല ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇടുക, സുഖമായി ഇറങ്ങിപ്പോവുക, മറ്റൊന്നും രക്ഷപ്പെടുത്തുകയത്. അതെ, അത് നടപടിയെടുത്തോ എന്ന് ചോദിച്ചാൽ എടുത്തു എന്ന് പറയാനും അതനുസരിച്ച് പ്രചാരണം നടത്താനും ഒരു വഴിയൊരുക്കുക. പക്ഷേ എന്നാൽ പ്രതിക്ക് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുക, കസ്റ്റഡിക്കപ്പുറത്തേക്ക് ജയിലിൽ പോകാതെ ജാമ്യം നേടാനുള്ള സഹായം ഒത്താശ ചെയ്തു കൊടുത്തു എന്ന പ്രശ്നം നിൽക്കുന്നു. എന്നാൽ ഗുരുതരമായ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തേണ്ട സ്ത്രീപക്ഷ വകുപ്പുകൾ, വളരെ ജെനുവിനായി പരാതി കൊടുത്ത പരാതിക്കാർ, സംഘടനകൾ, ഇവരെയെല്ലാം മാറ്റിവെച്ച് ആരുടെ പരാതിയാണ് കേരള പോലീസ് പരിഗണിച്ചത് എന്നതുകൂടിയൊക്കെ പരിശോധിക്കണം. അതൊക്കെ വരും ദിവസങ്ങളിൽ പരാതിക്കാരടക്കം കുറേ കൂടി ശക്തമായി പറയുന്ന നില കൂടി വരും എന്നാണ് ആ കേസുമായി ബന്ധപ്പെട്ട് കൂടി സാന്ദർഭികമായി പറയാനുള്ളത്.